ശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, അഖണ്ഡ ആരാധനയുടെ 43-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ് പുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധയിൽ സന്തുഷ്ടിക്ക് ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ സ്വീകരിക്കുന്ന ആ ദിവ്യ കാരുണ്യത്തിന്റെ മഹാത്മ്യത, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ശക്തി വിളിച്ചോതുന്ന ഒരു പ്രാർത്ഥനയാണിത്. നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം അത് വെറും ഒരു ഗോതമ്പപ്പമോ അല്ല, ഒരു മുന്തിരി വീഞ്ഞല്ല, മറിച്ച് ദിവ്യ കാരുണ്യമാണ്. എന്ത്? ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ്. അതിന്റെ ശക്തിയാണ് അത് നമുക്ക് പകർന്നു നൽകുന്നത്. പുരോഹിതൻ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. നമ്മൾ സ്വീകരിച്ച തിരുശരീരവും തിരുരക്തവും അത് നമ്മുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകുന്ന ഒന്നാണ്. നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ ശക്തിയുള്ളതാണ്. തമ്പുരാന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ് ദിവ്യകാരുണ്യം. പ്രിയമുള്ളവരെ, ആ ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്നേഹിക്കാം, ആ ദിവ്യകാരുണ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാം. അതിന്റെ മഹാത്മ്യം, അതിന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയമുള്ളവരെ, ഇവിടെ 24 മണിക്കൂറും ആൾക്കാർ കടന്നു വന്ന് കുടുംബങ്ങളായിട്ട് വ്യക്തിപരമായിട്ടൊക്കെ കടന്നു വന്ന് ആ തമ്പുരാന്റെ സന്നിധിയിൽ, ഈ ദിവ്യഗാന സന്നിധിയിൽ അവരായിരിക്കുന്നത് ആ ദിവ്യഗാനത്തിന്റെ ശക്തി, അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ദിവ്യഗാനത്തെ നമുക്കും സ്നേഹിക്കാം. ആ ദിവ്യഗാനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ചേർത്ത് വെക്കാം. ദിവ്യഗാനം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉരുകാത്ത ഹൃദയങ്ങളില്ല.